ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ക്ലാസ്സസ്. കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ജൂൺ 2025 എക്സാമിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിരുന്നു. സോ ആ എക്സാമിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഈ ജൂലൈ 21 വന്നിട്ടുണ്ടായിരുന്നു. ക്രാക്ക് ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇനി ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ സത്യത്തിൽ നമ്മൾ വിഷമിക്കുകയല്ല വേണ്ടത്. ഈ ഒരു ടൈമിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് JRF അല്ലെങ്കിൽ നെറ്റ് എന്നുള്ളത് ക്രാക്ക് ചെയ്യാൻ സാധിച്ചില്ല, എന്തുകൊണ്ട് നമ്മൾ എയിം ചെയ്ത ആ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല എന്നുള്ളത് അനലൈസ് ചെയ്യാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരു എന്താ പറയുക 8-9 പ്രാവശ്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇതുവരെ ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ. ശരിക്കും പറയുക വെച്ചാൽ ഹാർഡ് വർക്ക് എന്നുള്ളതല്ല ഈ UGC നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഹാർഡ് വർക്ക് അല്ല. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് വർക്ക് ആണ്. ഇപ്പോൾ ഇതിന് മുന്നേ JRF ആണെങ്കിലും നെറ്റ് ആണെങ്കിലും ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരും ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ സ്മാർട്ട് വർക്ക് തന്നെയാണ്. സോ എന്താ ഈ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം സ്റ്റെപ്സാണ് ഈ സ്മാർട്ട് വർക്കിൻ്റെ ഉള്ളിൽ വരുന്നത്? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ഈ എക്സാമിനെ പറ്റിയുള്ള UGC നെറ്റ് എക്സാമിനെ പറ്റിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് ഇപ്പോൾ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു വർഷത്തിൽ UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത് 2 തവണയാണ് നടക്കാറുള്ളത്. ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലും. ഇപ്പോൾ ജൂണിലത്തെ എക്സാം കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ. ഇതും ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരുടെ ഒരു അറിവിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ. സോ പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 2 പേപ്പറുകളാണ് ഉള്ളത് UGC നെറ്റ് എക്സാമിന്. പേപ്പർ 1 ഉണ്ട്, അതുപോലെ തന്നെ പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 ജനറൽ പേപ്പർ ആണ്, അതായത് ഇതിൽ 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വെച്ചിട്ട് 100 മാർക്സ് ആണ് വരുന്നത്. ഇനി 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് സിലബസിൽ നമുക്ക് സിലബസ് അവൈലബിൾ ആണ് കേട്ടോ ഈ പേപ്പർ 1 വേണ്ടിയിട്ട്. സോ സിലബസിൽ നമുക്ക് 10 യൂണിറ്റ്സ് കാണാൻ വേണ്ടി സാധിക്കും. പേപ്പർ 1 10 യൂണിറ്റ്സ് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഓരോ യൂണിറ്റിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ചോദിക്കാറുള്ളത്. അങ്ങനെയാണ് ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇനി പേപ്പർ 2 ആണെങ്കിൽ പേപ്പർ 2 നമുക്ക് സിലബസ് നോക്കുകയാണെങ്കിൽ 10 യൂണിറ്റ്സ് തന്നെ കാണാൻ സാധിക്കും. ഓരോ യൂണിറ്റിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് വരാറുള്ളത്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു ക്വസ്റ്റിന് 2 മാർക്കാണെന്ന് നമുക്കറിയാം. സോ ടോട്ടൽ എത്ര വരും? 200 മാർക്സിനാണ് പേപ്പർ 2 എന്ന് പറയുന്നത്. സോ പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പറും, അതായത് എല്ലാ സബ്ജക്റ്റുകാരും എഴുതേണ്ടതായിട്ടുള്ള കോമൺ പേപ്പർ ആണ്. പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മൾ PG സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് പേപ്പർ 2 എന്ന് പറയുന്നത്. അപ്പോൾ 2 കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 300ലാണ് സ്കോർ വരുന്നത്. ഓക്കെ, ഈ പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടിയിട്ട് 3 മണിക്കൂറാണ് നമുക്ക് എക്സാം എഴുതാനായിട്ട് അവൈലബിൾ ആവുക, അതായത് 180 മിനിറ്റ്സ്. ഓക്കെ, രണ്ടിനും കൂടിയിട്ട്. അതായത് കുറേ പേര് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഡൗട്ടാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ 1 പേപ്പർ 2 നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നമുക്ക് സാധിക്കും. അതായത് നമ്മളിപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൗണ്ട് ഡൗൺ ആണ് ഉണ്ടാവുക. 180 മിനിറ്റ്സ് കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു 180 മിനിറ്റിൽ നമുക്കിപ്പോൾ പേപ്പർ 1 ആദ്യം ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത ശേഷം പേപ്പർ 2ലേക്ക് വരാം. ഇനിയിപ്പോൾ പേപ്പർ 2 ആണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത ശേഷം പേപ്പർ 1ലേക്ക് വരാം. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ റിവ്യൂവിന് മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ മറ്റു ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനിടയിൽ നമുക്ക് ഈ റിവ്യൂ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നിട്ട് ചെയ്യാം. അങ്ങനെ അതെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. എല്ലാം കൂടി, അതായത് പേപ്പർ 1നും പേപ്പർ 2നും കൂടി നമുക്ക് 180 മിനിറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹൗ ടു സ്റ്റാർട്ട് പ്രിപ്പറേഷൻ. എങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് 5 കാര്യങ്ങളാണ്: ടാർഗറ്റ്, സിലബസ്, ബുക്സ്, PYQs ആൻഡ് റിവിഷൻ. അപ്പോൾ ഇത് ഓരോന്നിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ ആണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കാം? ഇവിടെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കാണ് അല്ലേ. നമുക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യണം, ടോട്ടൽ 300ലാണ് വരുന്നത്. ഇതിൽ നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാർഗറ്റ് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക? ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പ്രീവിയസ് ഇയർ കട്ട് ഓഫിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ സബ്ജക്റ്റ്, ഇപ്പോൾ കൊമേഴ്സോ മാനേജ്മെന്റോ ഏത് സബ്ജക്റ്റോ ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു പേപ്പറിന് മുന്നേ നടന്ന എക്സാമുകളിൽ, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളത് 2025 ജൂണിൽ എക്സാം ആണ്. ജാനുവരിയിൽ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന് മുന്നേ 2024 ജൂണിൽ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം എത്ര കട്ട് ഓഫ് ആണ് വന്നിട്ടുള്ളത്, നമ്മുടെ പേപ്പറിന് എത്ര കട്ട് ഓഫ് ആണ് വന്നിട്ടുള്ളത് എന്ന് ഒന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഇനി അടുത്ത സ്മാർട്ട് സ്റ്റഡിയുടെ ഭാഗമായിട്ട് അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് സിലബസ് എന്ന് പറയുന്നത്.
സോ നമുക്ക് എവിടെ നിന്ന് സിലബസ് കിട്ടുക? UGCയുടെ വെബ്സൈറ്റ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും, അതായത് UGC നെറ്റ് എക്സാം നടത്തുന്ന എല്ലാ സബ്ജക്റ്റുകളുടെയും പേപ്പർ 1 അതുപോലെ പേപ്പർ 2ൻ്റെയും സിലബസ് നമുക്ക് ആ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ ചെന്നിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതാണ്. സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, കാരണം സിലബസ് എന്നുള്ളത് അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതിന് നന്നായിട്ട് നമ്മൾ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ ഒരു സിലബസിനെ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 സിലബസിനെ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, അതായത് അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇനി സിലബസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിനെപ്പറ്റി ക്ലിയർലി ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബുക്സ് ആണ് അല്ലെ. അപ്പോൾ നമുക്ക് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1ന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സിലബസ് എന്നുള്ളത് ഒന്ന് ഫുൾ ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ബുക്സ് അതല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിനൊക്കെ ഹെൽപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ബുക്സ് സത്യം പറയാ ഏതെങ്കിലും ഒരു ബുക്ക് ഫുള്ളി കവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബുക്ക് ബേസിക് ആയിട്ട് വാങ്ങിച്ചു വെക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഓൺലൈൻ ആയിട്ടും അല്ലെങ്കിൽ ഷോപ്പുകളിൽ ചെന്നാലും അവൈലബിൾ ആവുന്ന കുറച്ച് ബുക്കുകളാണ്. ഇപ്പൊ കൂടുതൽ പേര് യൂസ് ചെയ്യുന്ന കുറച്ച് ബുക്കുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ പിയേഴ്സിന്റെ KVS മദന്റെ ബുക്ക് ഉണ്ട്, അതുപോലെ ഹർപ്രീത് കൗറിന്റെ ബുക്ക് ഉണ്ട്, അതുപോലെ തന്നെ അരിഹാന്ത് പബ്ലിക്കേഷന്റെ ബുക്ക് ഉണ്ട്, സ്വാൾഡ് ബുക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങൾക്ക് എന്താ പറയാ ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങിച്ച് ബേസിക് ആയിട്ട് ആ ഒരു ഫുൾ സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അതൊന്ന് കവർ ചെയ്ത് എടുത്ത ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ് നല്ലത്. പക്ഷേ ഈ ഒരു ബുക്ക് വാങ്ങിച്ച് അത് പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഫുൾ എന്താ പറയാ നല്ലൊരു സ്കോർ പേപ്പർ 1ൽ സ്കോർ ചെയ്യാൻ സാധിക്കണം എന്നില്ല. ഓക്കെ, നമുക്ക് ഒരു 30 ക്വസ്റ്റ്യൻസിന്റെ അടുത്തൊക്കെ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഒരു നല്ലൊരു ബുക്ക് വാങ്ങിച്ച് നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ ഒരു 30 ക്വസ്റ്റിന്റെ അടുത്തൊക്കെ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ ഒരു ബുക്ക് ഇങ്ങനെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു ബുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതുള്ളത് ഞാൻ അടുത്ത പോയിന്റിൽ പറയുന്നുണ്ട്. സോ പേപ്പർ 1ന് നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, ഇനി പേപ്പർ 2ന് നിങ്ങൾക്ക് നിങ്ങളുടെ PG ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ യൂസ് ചെയ്യാം. സിലബസിൽ വരുന്ന ഏരിയാസ് പറയുന്ന ബുക്സ് ഏതൊക്കെയാണോ PGക്ക് ഡിഗ്രിക്കാണെങ്കിലും PGക്കാണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള ബുക്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ആ ഒരു സിലബസിൽ പറയുന്ന എല്ലാ ബുക്സും നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണെങ്കിൽ അത് തന്നെ മതി, അത് കവർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് എക്സ്ട്രാ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് യൂസ് ചെയ്യാം. ഇനി ഇപ്പോൾ PG എല്ലാം കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് എക്സാം എഴുതുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടച്ച് പോയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്താ പറയുക ക്ലാസ്സുകളെല്ലാം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഓൺലൈൻ കോഴ്സുകളെല്ലാം അവൈലബിൾ ആണല്ലോ അല്ലെ, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്ത് പഠിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ സിലബസ് എന്തായാലും കവർ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇതിൽ ഞാൻ 2 ബുക്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ബെസ്റ്റ് ബുക്കാണെന്നല്ലാട്ടോ ഞാൻ പറയുന്നത്. ഇതില് അരിഹാന്ത് പബ്ലിക്കേഷന്റെ മാനേജ്മെന്റിന്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറയാലോ ആ ഒരു ബുക്ക് കൊണ്ട് എനിക്ക് അത്ര വലിയൊരു യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 30% ഹെൽപ്ഫുൾ ആണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ അതിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് എന്താ വെച്ചാൽ അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ അവര് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ആ ഒരു ബുക്കിൽ നിന്ന് കിട്ടിയ ഒരു ഗുണം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ഒരു 30% യൂസ് ചെയ്യാം, അത്രേ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിളായിട്ട് കൊടുത്തതാണ്. അപ്പോൾ ബുക്സ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് PG ബുക്സ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. PG ടെക്സ്റ്റ് ബുക്സ് യൂസ് ചെയ്യാം. അതിനൊപ്പം തന്നെ അറിയാത്ത ടോപ്പിക്കുകൾ യൂട്യൂബ് വീഡിയോസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണ് ചെയ്യുന്നതെങ്കിൽ. ഇനി അതല്ല നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾ ബുക്കൊന്നും തപ്പി പോകേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ മാത്രം നമ്മൾ പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് പേപ്പർ 2ന്റെ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് PYQs എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ബുക്സിന്റെ കാര്യം പറഞ്ഞില്ലേ, അതായത് നമ്മൾ ആദ്യം ഒരു സ്കോർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സിലബസ് ഡൗൺലോഡ് ചെയ്തു, സിലബസിലെ മെയിൻ ഏതൊക്കെ ഏരിയാസ് ആണ് കവർ ചെയ്യുന്നത് ആ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള ബുക്സ് എല്ലാം കളക്ട് ചെയ്തു അല്ലെ. ബുക്സിന്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് PYQs എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുത്തു, എന്നിട്ട് സിലബസിൽ പറയുന്ന ഏരിയാസ് ഫുള്ള് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം വെച്ച് കവർ ചെയ്ത ശേഷം ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് PYQസിലേക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരിക എന്താ വെച്ചാൽ നമ്മൾ PYQs ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒന്നിന്റെ ആൻസർ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് എന്താവും, ആ കൂടി ടെൻഷൻ ആവും. കാരണം എന്താ വെച്ചാൽ ഇത്രയും ഫുൾ സിലബസ് ഞാൻ കവർ ചെയ്തത്, എന്നിട്ട് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉള്ളിൽ വരും. അപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ളൊരു ചിന്ത, ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ അത് വരാതിരിക്കാനാണ്. കാരണം എന്താ വെച്ചാൽ
നമ്മൾ സിലബസ് കവർ ചെയ്തിട്ട് PYQs വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു വഴിയിൽ കൂടെ പോണു, എക്സാം എന്നുള്ളത് വേറെ വഴിയിൽ കൂടെ വരുന്നു, ആ ഒരു രീതിയായിരിക്കും. ഓക്കെ, പക്ഷെ രണ്ടിനെയും കൂടി നമ്മൾ ക്ലബ് ചെയ്തിട്ട് ഒരു വഴിയിലൂടെ മുന്നേറുകയാണെങ്കിൽ, അതായത് PYQs ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഓരോ ടോപ്പിക്കിന്റെ ഏതൊക്കെ ഏരിയാസ് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെ. അപ്പോഴേ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ആ ഒരു വഴിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു വഴിയിൽ പോവുക, എക്സാമിന് ക്വസ്റ്റ്യൻസ് വേറൊരു വഴിയിൽ വരിക, ആ ഒരു രീതിയായിരിക്കും. ഓക്കെ, അപ്പോൾ PYQs നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളുടെ ഒപ്പം തന്നെ PYQs കൂടി ആഡ് ചെയ്തിട്ട് ഒരുമിച്ച് പോകാൻ വേണ്ടി നോക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇനി PYQs പറയുകയാണെങ്കിൽ മിനിമം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്, ഇനിയിപ്പോൾ ഡിസംബർ എക്സാം ആണെങ്കിൽ ഇനി 4 മാസമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ പേപ്പർ 1ന്റെ മിനിമം 500 ക്വസ്റ്റ്യൻസ്, 500 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ മിനിമം ഒരു 500 ക്വസ്റ്റ്യൻസും അതുപോലെ പേപ്പർ 2ന്റെ ഒരു 500. പേപ്പർ 2 എന്ന് പറയാൻ നമുക്കറിയാം ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരു 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, അതെങ്കിലും മിനിമം ആണ് കേട്ടോ പറയണം. മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചെയ്യാം, എത്രത്തോളം ചെയ്യണോ അത്രത്തോളം നല്ലതാണ്. ഓക്കെ, അപ്പം അത്രയെങ്കിലും കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. സോ ഇതിൽ പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻസ് PYQs എന്നുള്ളത് നമ്മുടെ ഈ ഒരു ചാനലിൽ, മൈ ക്ലാസ്സസ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 250 PYQ സീരീസ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ എക്സാമിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ചെയ്തതുകൊണ്ടാണ് കുറച്ചൊരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു, മുഴുവൻ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ വീഡിയോസ് ആയിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പേപ്പർ 1ന് വേണ്ടിയിട്ടുള്ള 500 ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. പേപ്പർ 2ന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 500 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളത് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് സ്റ്റഡി ടൈം അലോക്കേഷനെ പറ്റിയിട്ടാണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തു, പിന്നെ നമ്മൾ നമ്മുടെ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുത്തു, സിലബസിനെ പറ്റി ക്ലിയർ ആയി മനസ്സിലാക്കി, അതിനാവശ്യമായിട്ടുള്ള ബുക്സ് എല്ലാം അറേഞ്ച് ചെയ്തു, PYQs അറേഞ്ച് ചെയ്തു. ഇനി എങ്ങനെ നമ്മൾ സ്റ്റഡി ടൈം അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എങ്ങനെ അലോക്കേറ്റ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു ദിവസം ഒരു 2-3 മിനിമം 3 മണിക്കൂർ, മാക്സിമം എത്ര വേണമെങ്കിലും ആവാം, മിനിമം 3 മണിക്കൂറെങ്കിലും ഈ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട്, UGC നെറ്റിന്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം എന്താ വെച്ചാൽ 1 മണിക്കൂർ പേപ്പർ 1ന് വേണ്ടിയിട്ടും 2 മണിക്കൂർ പേപ്പർ 2ന് വേണ്ടിയിട്ടും. ഓക്കെ, ഇനി പേപ്പർ 1ന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ആ 1 മണിക്കൂറിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് പേപ്പർ 1ന്റെ സിലബസ് പഠിക്കാൻ വേണ്ടി കുറച്ച് ടൈം, പേപ്പർ 1ന്റെ PYQsന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം മാറ്റി വെക്കണം. ഓക്കെ, അതുപോലെ തന്നെയാണ് പേപ്പർ 2ന്റെ കേസും. പേപ്പർ 2ന്റെ സിലബസ് ബേസ്ഡ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടും, അതുപോലെ തന്നെ പേപ്പർ 2ന്റെ PYQ ബേസ്ഡ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടും മാറ്റി വെക്കണം. അതായത് നമുക്ക് ടോട്ടൽ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, അതിന് ഓരോ ദിവസത്തെ ടൈമിനെയും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പേപ്പർ 1നും പേപ്പർ 2ന്റെയും ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനറിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് JRF ആയിരിക്കാം, നെറ്റ് ആയിരിക്കാം, അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതിനു മുന്നേ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ 1-2 വട്ടമൊക്കെ എഴുതിയിട്ട് കിട്ടാതെ ഇനിയും നെക്സ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഓക്കെ, ഇതിന് മുന്നേ ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകൾ, നെറ്റ് ആണെങ്കിലും JRF ആണെങ്കിലും ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്തൊരു പാത്താണ് ഇത്. അപ്പൊ നിങ്ങൾ ഇതുവരെ ഇത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയൊന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, നെക്സ്റ്റ് എക്സാമിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഇനി ലാസ്റ്റ് ആയി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് റിവിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മൾ സിലബസ് ബേസ്ഡ് സ്റ്റഡി, PYQ ബേസ്ഡ് സ്റ്റഡി, അങ്ങനെ ഓരോ ദിവസം നമ്മൾ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്റ്റഡി കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതായിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. റിവിഷൻ എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമ്മൾ പഠിച്ച കാര്യങ്ങൾ അന്ന് രാത്രി നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് ഡെയിലി റിവിഷൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ നോട്ടുകൾ, ചെറിയ നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്നിട്ട് ആ നോട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ദിവസം പഠിച്ച കാര്യങ്ങൾ അന്ന് റിവിഷൻ ചെയ്യുക, ഡെയിലി റിവിഷൻസ് ചെയ്യുക. അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കുക. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഈ ഡെയിലി ആൻഡ് വീക്ക്ലി റിവിഷൻ ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു എക്സാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. പേപ്പർ 1ൽ തന്നെ 10 യൂണിറ്റ്സോളം പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി പേപ്പർ 2 ആണെങ്കിലോ നമ്മൾ PGക്ക് പഠിച്ച ഏകദേശം 20-30 സബ്ജക്റ്റോളം എന്തുണ്ട് അല്ലെ, 20-30 സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്താണ് പേപ്പർ 2 ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അത്രയും സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ ഈ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചു ആഡ് ചെയ്ത് പോകുന്നു. പക്ഷെ നമ്മൾ കുറച്ച് സ്ഥലം എത്തിക്കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല.
ഓക്കെ. അപ്പൊ അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിലൂടെ പോവുക. അന്നന്ന് പഠിക്കുന്നത് അന്നന്ന് റിവൈസ് ചെയ്യുക, ഓരോ വീക്ക്ലി റിവൈസ് ചെയ്യുക. നമ്മൾ നോട്ട്സ് ഉണ്ടാക്കി വെക്കുക വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പൊ നമുക്ക് ആ നോട്ട്സ് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് എന്നുള്ളത് ഇനീഷ്യലി ഞാൻ ചെയ്യാൻ പറയില്ല, കുറച്ചൊന്ന് എത്തിയ ശേഷം ചെയ്താൽ മതി. അതല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു നെഗറ്റീവായിട്ട് നമ്മളെ ഇമ്പാക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിഞ്ഞ ശേഷം, അതായത് ഏകദേശം ഒരു 60% ഒക്കെ കവർ ചെയ്തു നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ ആ സമയത്തൊക്കെ, അല്ലെങ്കിൽ 50% കവർ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം, അത് ആൻസർ കീ എടുത്തിട്ട് അനലൈസ് ചെയ്യും വേണം. ഓക്കെ, വെറുതെ ടെസ്റ്റ് ചെയ്ത് വിടുകയല്ല വേണ്ടത്. ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും മാർക്ക് എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുക, തെറ്റിയ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് തെറ്റി എന്നുള്ളതും അതിന്റെ എക്സ്പ്ലനേഷൻ, അനാലിസിസ് അടക്കം നമ്മൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ആ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് UGC നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ആ സ്മാർട്ട് വർക്കിനെ പറ്റിയിട്ട്, സ്മാർട്ട് വർക്ക് മെത്തേഡിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ ഒരു മെത്തേഡ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 5 കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക, സിലബസ് ഡൗൺലോഡ് ചെയ്ത് സിലബസിനെ പറ്റി ക്ലിയർ ആയിട്ട് ഒരു വ്യൂ ഉണ്ടാക്കുക മൈൻഡിൽ. അതിനുശേഷം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ബുക്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് വെക്കുക. എല്ലാ ബുക്സും അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് ബുക്സ് ഇല്ല, അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളോ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുക. അതിനുശേഷം പിന്നെന്താ, അതിന്റെ ശേഷമല്ല, അതിന്റെ ഒപ്പം തന്നെ, ബുക്സിന്റെ ഒപ്പം തന്നെ സിലബസ് ബേസ്ഡ് സ്റ്റഡി നടത്തുന്നതിന് ഒപ്പം തന്നെ വേണ്ട ഒരു കാര്യമാണ് PYQ ബേസ്ഡ് സ്റ്റഡിയും നടത്തുക. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ്. മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, റിവൈസ് ചെയ്യുക, അന്നത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ വീക്ക്ലി റിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഈ ഒരു പാത്തിലൂടെ നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന 4 മാസം കൂടി ഉള്ളൂ ഡിസംബർ എക്സാമിന് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച JRF അല്ലെങ്കിൽ നെറ്റ് എന്ന് പറയുന്ന ആ ഒരു എയിമിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.